എപ്പോഴെങ്കിലും ഒന്ന് കണ്ണടക്കാൻ പറ്റിയ പ്രാർത്ഥിക്കുന്നത് ഉറക്കത്തിൽ തന്നെ അകന്നു തീർന്നു കിട്ടണമെന്നായിരുന്നു. അത്രയ്ക്ക് അനുഭവിച്ചു. എവിടെ നരയിക്കുന്നവന്റെ ജീവൻ ദൈവത്തിന് പോലും വേണ്ടത്. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ പലപ്പോഴും പലരോടും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം പലരും വേദനിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ചെയ്യാത്ത തെറ്റിന് ഞാൻ അവിടെ കിടന്ന് നരയിക്കേണ്ടി വന്നത്. വിനയ, നിന്റെ അമ്മയെ കരയിക്കാൻ വേണ്ടി ഇനിയൊന്നും പറയണ്ട. എല്ലാം കഴിഞ്ഞ് നരകം നീന്തിക്കിടന്ന് നീങ്ങെത്തിയല്ലോ. ഇനിയെങ്കിലും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ നോക്ക്. അതെ മോനെ, നിനക്ക് പറ്റിയ എല്ലാ തെറ്റുകളും നീ തിരുത്തണം. ഇനിയെങ്കിലും എന്റെ മോൻ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം. അപ്പോ ഞാൻ ഇതുവരെ ഒരു നല്ല മനുഷ്യനായിരുന്നില്ല അല്ലേ? എടാ, എന്റെ അമ്മയ്ക്ക് എന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയല്ലേ മാമ? അയ്യോ, അനുഭവിക്കേണ്ടത് തന്നെയാ. അനുഭവിക്കണം. നീ ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആദ്യം പോയി കുളിച്ച് ഫ്രഷ് ആകും. ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ആ ലതികേ, അപ്പോഴേക്കും നീ അവന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. നല്ല വിശപ്പ് കാണും. ശരിയാ, ഞാനത് വിട്ടുപോയി. എന്റെ മോൻ ഇത്രയും ദൂരെന്ന് വന്നിട്ട് ഞാനൊന്ന് കുടിക്കാൻ പോലും കൊടുത്തില്ലല്ലോ. അമ്മ ഇപ്പൊ വരാം. എന്റെ മോൻ എന്താ വേണ്ടേ? കോഫിയോ ചായയോ ജ്യൂസോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വരാം. അമ്മ അമ്മ ഉണ്ടാക്കുന്നത് എല്ലാം കഴിക്കാനുള്ള വിശപ്പുണ്ട്. എനിക്ക് കൊതി തീരെ കഴിക്കണം. പക്ഷെ ഇപ്പൊ ഒന്നും വേണ്ട. ഞാനൊന്ന് കുളിച്ച് ശുദ്ധാവട്ടെ. അവിടുന്ന് കൊണ്ടുവന്ന അഴുക്കൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാലേ എനിക്ക് എന്നോട് തന്നെ തോന്നുന്ന അറപ്പും വെറുപ്പും ഒക്കെ ഒന്ന് മാറും. ഞാനൊന്ന് കുളിക്കട്ടെ. പോയിട്ട് വാ. ചെല്ല്, കുളിച്ചിട്ട് വാ. മാമ, മോനെ